ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോളിടെക്നിക് മാത്സ് ആണ്. അതിലെ ഡെറിവേറ്റീവ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് എന്തായിരുന്നുടാ? പ്രോഡക്റ്റ് റൂളും കോഷൻ റൂളൊക്കെ വെച്ചിട്ടുള്ള എന്താണ് പ്രോബ്ലംസ് ആയിരുന്നു. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് പ്രോഡക്റ്റ് റൂളും കോഷൻ റൂളും എന്താണ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫങ്ഷൻസ് വരുന്ന ആ ഒരു ഫങ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? കോഷൻ റൂളും പ്രോഡക്റ്റ് റൂളും യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എന്താ ചെയ്യാം? ക്ലാസ്സിലേക്ക് എൻ്റർ ആകാം. ഫസ്റ്റ് ഒരു ദിവസം നോക്കിക്കേ, എസ് ക്യൂബ് സൈൻ എക്സ് അല്ല, രണ്ട് ഫംഗ്ഷനാണ്. ഒന്ന് എസ് ക്യൂബും മറ്റൊന്ന് എന്താണ്ടാ സൈൻ എക്സ്. സൈൻ എക്സ് അല്ല കേട്ടോ, സൈൻ 3x ആണ്. സൈൻ 3x. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ഇവിടെ പ്രോഡക്റ്റ് റൂൾ അല്ലേ, പ്രോഡക്റ്റ് റൂൾ അനുസരിച്ച് അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്. സൈൻ 3x ഡെറിവേറ്റീവ് എന്താണ്ടാ? നമ്മൾ ഏറ്റവും പുറമേയുള്ളത് സൈനാണ്. അപ്പോൾ സൈൻ ഡെറിവേറ്റീവ് എന്താണ്? കോസ് 3x ഇൻറ്റു, ഇനി 3x ഡെറിവേറ്റീവ് എന്താണ്ടാ മക്കളെ? 3 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എക്സ് ക്യൂബാണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ടാ? 3x². സോ ആൻസർ ഈ 3 നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ 3x³ ഇൻറ്റു കോസ് 3x പ്ലസ് 3x² എവിടെ ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്നു, സൈൻ 3x ലാസ്റ്റ് എഴുതി. ഇതാണ് എൻ്റെ എന്താണ് ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കട, ഡെറിവേറ്റീവ് ഓഫ് സൈൻ 3x ഇൻറ്റു സൈൻ 5x. നമ്മൾ എങ്ങനെ ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ ആരാണ്? സൈൻ 3x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സൈൻ 5x ഡെറിവേറ്റീവ്. സൈൻ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? കോസ് ആണല്ലോ. അപ്പോൾ കോസ് 5x ഇൻറ്റു, ഇനി 5x ഡെറിവേറ്റീവ് എന്താണ്? 5. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സൈൻ 3x ഡെറിവേറ്റീവ് എന്താണ്? കോസ് 3x ഇൻറ്റു, ഇനി 3x ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 3 ആണ്. നമുക്ക് എന്താണ് ഈ 5നെ ആദ്യം കൊണ്ടുവരാം. 5 സൈൻ 3x ഇൻറ്റു കോസ് 5x പ്ലസ് ഈ 3 നമുക്ക് ആദ്യം കൊണ്ടുവരാം. 3 ഇൻറ്റു സൈൻ 5x ഇൻറ്റു കോസ് 3x. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇവിടെ അല്പം കൂടെ കോംപ്ലിക്കേഷൻ കൂടിയ ക്വസ്റ്റ്യൻ ആണ്. x² + 1 all raised to 10 ഇൻറ്റു sec raised to 5x എന്തെടുക്കണം? ഡെറിവേറ്റീവ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ ആരാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ x² + 1 all raised to 10ഉം സെക്കൻഡ് ഫംഗ്ഷൻ ആരാണ്ടാ? അത് sec raised to 5x ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ ആരാണ്ടാ? x² + 1 all raised to 10, അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് sec raised to 5x ആണ്. അപ്പം നോർമലി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം താഴെ തുടങ്ങാം, അല്ലെങ്കിൽ എത്തൂലടാ അങ്ങേറ്റം. x² + 1 raised to 10, ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് x raised to 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 5 ഇൻറ്റു x raised to 4. അതനുസരിച്ച് ഇവിടെ എന്താണ്? 5 ഇൻറ്റു എക്സിന് പകരം ഇവിടെ ആരാണ്ടാ? sec x അല്ലേ. അപ്പോൾ sec x all raised to 4 ഇൻറ്റു, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? sec xന് എന്ത് കണ്ടുപിടിക്കണോടാ? ഡെറിവേറ്റീവ്. sec x ഡെറിവേറ്റീവ് എന്താണ്ടാ? sec x tan x. ഓക്കെ, sec x tan x. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡായി. ഇത് ഇത്രയും ഡെറിവേറ്റീവ് സെക്കൻഡാണ് ഇവിടെ. ഇത്രയും ഞാൻ വരച്ചിട്ടേക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇത്രയും സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇനി നമുക്ക് ആരെ വേണം? പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ sec raised to 5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇവിടെ എന്താണ്? ഏറ്റവും പുറമെയുള്ള ഫംഗ്ഷൻ 10 ആണ്. അപ്പോൾ x raised to 2 ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 10 ഇൻറ്റു x raised to 9 അല്ലേ. അപ്പോൾ 10 ഇൻറ്റു എക്സിന് പകരം ആരാണ്? എക്സിന് പകരം കിടക്കുന്നത് x² + 1 ആണ്. അപ്പോൾ x² + 1 all raised to 9 ഇൻറ്റു എക്സിന് പകരം കിടക്കുന്ന കാര്യം x² + 1 ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ x² ഡെറിവേറ്റീവ് എന്താണ്? 2x + 1 ഡെറിവേറ്റീവ് 0. അതും കൂടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ദ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ആണ് അതായത് കിടക്കുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ആണ് കിടക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് എന്താണെന്ന് സിംപ്ലസ്റ്റ് ഫോം ആക്കി എടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ, വേറെ വലിയ ടഫായിട്ടുള്ള പരിപാടിയൊന്നും ഇതിനകത്തില്ല. അപ്പോൾ x² + 1 all raised to 10 എന്താണ്? 5 ഇൻറ്റു ഈ sec x all raised to 4 എന്ന് പറയുന്നത് എന്താണ്ടാ? sec raised to 4x. sec raised to 4xൻ്റെ കൂടെ ഒരു sec x ഉണ്ട്, വേണ്ട. അപ്പോൾ എന്താവും ഇത്? രണ്ടൂടെ ചെയ്ത് എന്താവൂടാ? sec raised to 5x എന്നാവും കേട്ടോ. അപ്പോൾ 5 ഇൻറ്റു
സീക്ക് റൈസ് ടു 5x അല്ലേ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ആവും. ഇൻറ്റു എന്താണ്? ഇൻറ്റു tan x പ്ലസ് സീക്ക് റൈസ് ടു 5x ഇൻറ്റു ഇവിടെ 2x പ്ലസ് 0 എന്താണ്? 10 അല്ലേ? സോറി, 2x പ്ലസ് 0 2x അല്ലേ? 2x ഇൻറ്റു 10 എന്താവും? 20 ആവും. എന്താവും? 20x ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ റൈസ് ടു 9 എന്നാവും. ഇതും കൂടെയാണ് കമ്പൈൻ ചെയ്തത്. ഏതൊക്കെയാണ്? ഈ ഒരു 10ഉം ഇതും കൂടെ എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായി? സീക്ക് റൈസ് ടു 5x ഇൻറ്റു 20x ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ റൈസ് ടു 9 എന്നായി. ഓക്കെ, ഇത് കുറച്ചും കൂടെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എത്തിക്കാം. പക്ഷേ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. കാരണം ഈ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ റൈസ് ടു 9 ഒക്കെ വേണമെങ്കിൽ പുറത്തെടുക്കാം. നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ചെയ്ത് എന്ത് ചെയ്യില്ല, ആൻസർ കുളമാക്കല്ല. തൽക്കാലം ഇതിങ്ങനെ കിടക്കട്ടെ. ഞാൻ ഇവിടെ വെച്ച് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങളും ഇതുവരെ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കടാ. d/dx ഓഫ് cot 11x ഓൾ ഡിവൈഡ് ബൈ SQ മൈനസ് 1 ഓൾ സ്ക്വയർ. നമ്മളിവിടെ എന്ത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? കോഷ്യൻ്റ് റൂൾ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഷ്യൻ്റ് റൂൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും? ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡിനോമിനേറ്റർ സ്റ്റാർട്ട് ചെയ്യും. ഡിനോമിനേറ്റർ ഇൻറ്റു അല്ലേ? ഡിനോമിനേറ്റർ ഇവിടെ ആരാണ്ടാ? SQ മൈനസ് 1 ഓൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ cot 11x. കോട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോട്ടിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ആണല്ലേ? എക്സിന് വരെ എവിടെ ആരാണ്? 11x ഇൻറ്റു ഇനി 11xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ട? 11. അപ്പോൾ അത് കംപ്ലീറ്റ് ആയുള്ളൂ. ഓക്കെ, അപ്പോൾ cot 11xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ട? മൈനസ് കൊസി സ്ക്വയർ 11x ഇൻറ്റു എന്താണ്? 11xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ട? 11 ആണ്. ഓക്കെ, മൈനസ് നമ്മൾ എന്താണ്? ന്യൂമറേറ്റർ അല്ലേ? ന്യൂമറേറ്റർ ആരാണ്? cot 11x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അതായത് ഇവിടെ കിടക്കുന്ന സാധനമാണ് SQ മൈനസ് 1 ഓൾ സ്ക്വയർ ആണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ നോർമലി എസ്കോൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 2x അല്ലേ? അപ്പോൾ 2 ഇൻറ്റു എക്സിന് വരെ ഇവിടെ ആരാണ്? S³ മൈനസ് 1. അപ്പോൾ ഈ മുകളിലുള്ള പവറിൻ്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തുള്ള ഫംഗ്ഷൻ ഏതാണ്? SQ മൈനസ് 1 അല്ലേ? അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? SQൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 3x മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. ഇത്രയേ ഉള്ളൂ. ഓൾ ഡിവൈഡ് ബൈ താഴെ എന്താണ്? SQ മൈനസ് 1 ഓൾ സ്ക്വയർ ആണ്. അതിൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കണം. ഓക്കെ, അല്ല അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ അല്ലേ നമുക്ക് എടുക്കേണ്ടത്? ഓക്കെ, സോ നമ്മൾ ചെയ്തിട്ടുമ്പോൾ SQ മൈനസ് 1 ഓൾ സ്ക്വയർ. നമുക്കൊരു കാര്യം ചെയ്യും, ഇൻറ്റു 11 മൈനസ് ഇവിടെ ഫ്രണ്ടിലോട്ട് എടുക്കാം. മൈനസ് 11 ഇൻറ്റു SQ മൈനസ് 1 ഓൾ സ്ക്വയർ ഇൻറ്റു കൊസീക്ക് സ്ക്വയർ 11x മൈനസ് ഇവിടെ 3x മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്ട? 3x ആണ്. 3x ഇൻറ്റു 2 എന്താണ്? 6x അല്ലേ? അപ്പോൾ 6xഉം ഈ പറഞ്ഞ SQ മൈനസ് 1നെ എടുത്ത് നമുക്ക് ഫ്രണ്ട് ചെയ്താം. ഇവിടെ ഇനി ആരുണ്ട്? ഇൻറ്റു cot 11x ഓൾ ഡിവൈഡ് ബൈ ഈ സ്ക്വയർ, അതായത് a⁻m ഓൾ റൈസ് ടു n ആണെങ്കിൽ ആൻസർ എന്താണ്? a⁻m ഇൻറ്റു n ആണ്. എന്താണ്? a⁻m ഇൻറ്റു n. അപ്പോൾ SQ മൈനസ് 1 ഓൾ സ്ക്വയർ അതിൻ്റെ സ്ക്വയർ ഒന്നും എന്താണ്? 2 ഇൻറ്റു എന്താണ്? ഇവിടെ 4 അല്ലേ? അപ്പോൾ SQ മൈനസ് 1 ഓൾ റൈസ് ടു 4 എന്ന് കിട്ടും. നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഇതിനെ കുറച്ചുകൂടെ സിംപ്ലസ്റ്റ് ഫോം ആക്കാൻ പറ്റും. അതായത് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ടേം ഉണ്ടല്ലേ? ഇതൊരു ഫസ്റ്റ് ടേം, ഇത്രയും ഫസ്റ്റ് ടേം, ഇതെന്താണ്? സെക്കൻഡ് ടേം. രണ്ടിലും കോമൺ ആയിട്ട് ഇവിടെ ആരുണ്ട്? SQ മൈനസ് 1 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? SQ മൈനസ് 1 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടിൽ നിന്ന് ആരെ പുറത്തെടുക്കാം? ഒരു SQ മൈനസ് 1 എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. അങ്ങനെ ഒരു SQ മൈനസ് 1നെ പുറത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ എന്താവും? മൈനസ് 11 ഇൻറ്റു ഇവിടെ 2 SQ മൈനസ് 1 ഉണ്ടല്ലേ? അതിന് പറഞ്ഞാൽ പുറത്തു പോയതിന് ബാക്കി ഇനി അവിടെ ആരേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. SQ മൈനസ് 1 ഇൻറ്റു കൊസീക്ക് സ്ക്വയർ 11x മൈനസ് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഒന്നും എന്താണ്? SQ മൈനസ് 1 പുറത്തു പോയി. ബാക്കി കഴിഞ്ഞാൽ അവിടെ ആരേ ഉള്ളൂ? 6x ഇൻറ്റു cot 11x മാത്രമേ ഉള്ളൂ. ഓൾ ഡിവൈഡ് ബൈ
എസ് ക്യൂ മൈനസ് 1 ഓൾ റൈസ് 4. മുകളിലത്തെ ഒരു എസ് ക്യൂ മൈനസ് 1ഉം താഴത്തെ ഒരു എസ് ക്യൂ മൈനസ് 1 നമുക്ക് എന്തെങ്കിലും ക്യാൻസൽ. ഇപ്പോൾ താഴെ 4 എസ് ക്യൂ മൈനസ് 1 ഉണ്ടല്ലേ, അതിന് ഒരെണ്ണം പോയതിന് ബാക്കി ഞാൻ ഇവിടെ ആരാണ്ട 3 ഉള്ളൂ. സോ ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. വേണമെങ്കിൽ ഈ -11 നമുക്ക് വേണമെങ്കിൽ അകത്തേക്ക് ഇൻറ്റു ചെയ്യാം കേട്ടോ. അതായത് ഈ ഒരു -11 ഇൻറ്റു എസ് ക്യൂബ് നമുക്ക് ഇൻറ്റു ചെയ്യാം, കുഴപ്പമില്ല. അടുത്ത -11 ഇൻറ്റു -1 വേണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. -11 ഇൻറ്റു എസ് ക്യൂബ് എന്താണ് ആൻസർ? -11 എസ് ക്യൂബ്. -11 ഇൻറ്റു -1 എന്താണ്? +11 ഇൻറ്റു എന്താണ്? ഇൻറ്റു കൊസീക്ക് സ്ക്വയർ 11x മൈനസ് 6x ഇൻറ്റു കോട്ട് 11x ഓൾ ഡിവൈഡ് ബൈ എസ് ക്യൂ മൈനസ് 1 ഓൾ ക്യൂബ്. ഇത്രയേ ഉള്ളൂ. അത് ദിവസം നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് sin 2x ബൈ 1 പ്ലസ് cos 2x. ഇവിടെ നമ്മൾ എന്ത് റൂൾ അപ്ലൈ ചെയ്യും? കോഷൻ റൂൾ അല്ലേ. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? നമ്മൾ ഡിനോമിനേറ്റർ ഉണ്ട്, ഏതാണ്ട ഡിനോമിനേറ്റർ ഉണ്ട്. ഫസ്റ്റ് ഡിനോമിനേറ്റർ ആരാണ് ഇവിടെ? 1 പ്ലസ് cos 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ sin 2x. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ട? cos 2x ഇൻറ്റു ഇനി 2x ഡെറിവേറ്റീവ് എന്താണ്? 2. ഓക്കെ, മൈനസ് ന്യൂമറേറ്റർ ആണ് sin 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 1 ഡെറിവേറ്റീവ് 0 പ്ലസ് cos 2x ഉണ്ട്. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ട? മൈനസ് sin 2x ഇൻറ്റു ഇനി 2x ഡെറിവേറ്റീവ് എന്താണ്? 2. അല്ലേ, അതല്ലേ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് cos 2x ഓൾ സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഈ cos 2x ഇൻറ്റുവിനെ അടുത്ത് ഫ്രണ്ട് ഇട്ടാലോ, 2 ഇൻറ്റു cos 2x അല്ലേ, 2 ഇൻറ്റു cos 2x ഫ്രണ്ട് എഴുതി. ബ്രാക്കറ്റിലൂടെ ആരൊക്കെയാണുള്ളത്? 1 പ്ലസ് cos 2x മൈനസ്, ഇവിടെ 0 പ്ലസ് എന്താണ്? മൈനസ് sin 2x ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ -2, അതായത് അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം അല്ലേ, sin 2x ഇൻറ്റു ഇവിടെ 0 പ്ലസ് ഒക്കെ പോവും, പിന്നെ ഇവിടെ ബാക്കി ആരുള്ളൂ? മൈനസും പിന്നെ ഒരു 2 ആണ്, അതായത് ഇൻറ്റു -2 sin 2x ആവും. ഓക്കെ, ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് cos 2x ഓൾ സ്ക്വയർ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ 2 cos 2x കൊണ്ട് ഈ 1നെയും അതുപോലെ ഈ 2 cos 2x കൊണ്ട് എന്താണ്? ഈ cos 2xനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇൻറ്റു ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ മാറും അതിൻ്റെ ആൻസർ? ഈക്വൽ ടു 2 cos 2x ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2 cos 2x അല്ലേ, 2 cos 2x പ്ലസ് 2 ഇൻറ്റു cos 2x ഇൻറ്റു cos 2x എന്താവും? അത് cos സ്ക്വയർ 2x എന്നാവും. അടുത്തത് ഇവിടെ എന്താണ്? മൈനസ് ഇൻറ്റു മൈനസ് അവിടെ എന്താവും? പ്ലസ് ഈ 2നെ നമുക്ക് ഫ്രണ്ടിലോട്ട് എടുക്കാം. sin 2x ഇൻറ്റു sin 2x അവിടെ എന്താണ്ട? sin സ്ക്വയർ 2x എന്നാവും. ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് cos 2x ഓൾ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ നിന്ന് എല്ലാ ടൈമിൽ നിന്ന് ഒരു 2നെ എന്ത് ചെയ്യാം? ഔട്ട് ചെയ്യാം. ഒരു 2നെ പുറത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ടൈമിൽ നിന്ന് 2 പുറത്തു വന്നു, പിന്നെ ബാക്കി ഇവിടെ ആരാണ്? cos 2x. ഇവിടെ നിന്ന് 2 പുറത്തു വന്നു, പിന്നെ ബാക്കി ഇവിടെ ആരാണ്? cos സ്ക്വയർ 2x പ്ലസ് ഈ 2 sin സ്ക്വയർ 2x 2 പുറത്തു വന്നു, ബാക്കി ഇവിടെ ആരാണ്? sin സ്ക്വയർ 2x ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് cos 2x ഓൾ സ്ക്വയർ. എടാ ഇവിടെ നോക്കി, ഇവിടെ നിങ്ങൾ എന്താണ്? ഈ ഒരു sin സ്ക്വയർ എക്സും എന്താണ്? 2 cos സ്ക്വയർ sin സ്ക്വയർ 2x പ്ലസ് cos സ്ക്വയർ 2x എന്താവും? അത് 1 ആവൂലേ? സോ നമുക്ക് കൊടുത്ത ആൻസർ എങ്ങനെ വരും? 2 ഇൻറ്റു cos 2x പ്ലസ് 1 എന്നാവൂലേ, ബൈ 1 പ്ലസ് cos 2x ഓൾ സ്ക്വയർ. അതായത് മുകളിലുള്ള 1 പ്ലസ് cos 2x എന്ന് പറഞ്ഞാലും 1 പ്ലസ് cos 2x എന്ന് പറഞ്ഞാലും രണ്ടും എന്താണ്? സെയിം സാധനമാണ്. നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി ഇവിടെ 1 ഉള്ളൂ. അതായത് ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും: 2/1 പ്ലസ്
കോസ് 2x എന്ന് പറയുന്ന ഒരു ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക്. എടാ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ്? ഈ ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ, അതായത് ഇൻവേഴ്സ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ എന്താണ് ഡെറിവേറ്റീവ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പഠിച്ചു ചെയ്യണടാ. നമുക്ക് ആവശ്യമുള്ളതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ടാ? 1/√1 - s². അടുത്ത നമുക്ക് വേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ്? കോസ് ഇൻവേഴ്സ് എക്സ്. ആൻസർ എന്താണ്ടാ? ഇതിലൊരു മൈനസ് വരുമെന്നേ ഉള്ളൂ. -1/√1 - s². അടുത്ത വേണ്ട എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ടാ? 1/1 + s². എന്താണ്? 1/1 + s². ഇനി നമുക്ക് വേണ്ടതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അറിയാമോ നിങ്ങൾക്ക്? ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/x × s²-1. അത് ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ്? സീക്ക് ഇൻവേഴ്സ് എക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു മൈനസ് വരുമെന്നേ ഉള്ളൂ. സോ -1/, സോറി മൈനസ് അല്ല 1 ഉള്ളൂ കേട്ടോ. 1/x × s²-1. ഇനി നമുക്ക് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ചോദിക്കും. അതെന്ന് പറഞ്ഞ ആൻസർ -1/1 + s² ആണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ എന്താണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ആക്കണം. നിങ്ങൾ എന്താണ് നല്ല രീതിയിൽ മനസ്സിലാക്കി എന്താണ് കാണാതെ പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ. കാരണം ഇത് വെച്ച് നമുക്ക് എന്താണ് പ്രോബ്ലംസ് ചെയ്യാനായിട്ടുണ്ട്. ആദ്യ ദിവസം നിങ്ങളുടെ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് 2x അല്ലേ? സൈൻ ഇൻവേഴ്സ് 2xൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് അറിയാം. എന്താണ് സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ്? എന്താണ്ടാ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - അല്ലേ? അതിൻ്റെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/√1 - s² ആണ്. അപ്പോൾ നമ്മൾ ആൻസർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു 1/√1 ഇവിടെ എക്സിന് വരാറുണ്ട്, എക്സിന് വരും 2x അല്ലേ? അപ്പോൾ 2x ഹോൾ സ്ക്വയർ ഇൻറ്റു ഇനി എന്താണ്? 2xൻ്റെ ഡെറിവേറ്റീവ്. 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ടാ? 2 ആണ്. സോ നെക്സ്റ്റ് ആൻസർ എന്താണ്ടാ? 2/√1 - ഈ സ്ക്വയർ നമ്മൾ എന്താണ്? 2നും കൊടുക്കുക, അതുപോലെ എന്താണ് എക്സിനും കൊടുക്കുക. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്താണ്ടാ? 4. എക്സിൻ്റെ സ്ക്വയർ എന്താണ്? s² അല്ലേ? അപ്പോൾ എന്താണ്? 2/√1 - 4s². അത്രയേ ഉള്ളൂ ആൻസർ. അടുത്ത ദിവസം നോക്കണം ടാൻ ഇൻവേഴ്സ് √x. അപ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എന്താണ്? അതിൻ്റെ ഇൻവേഴ്സ് അല്ലേ? ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 1/1 + s². അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? 1/1 + എക്സിന് നമ്മൾ ആരെ കൊടുക്കും? √x കൊടുക്കില്ല. √xൻ്റെ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ റൂട്ട് അടുത്ത് വന്നാൽ എന്തായി പോകും? അത് ക്യാൻസലായി പോകും. ആൻസർ എന്താണ്? 1/1 + x എന്ന് വരും. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് വേറെ ദിവസം നോക്കാം. എന്താണ്? സീക്ക് ഇൻവേഴ്സ് s³ നോക്കാം. സീക്ക് ഇൻവേഴ്സ് s³. അപ്പം നോർമലി സീക്ക് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/x × s²-1 ആണല്ലേ? അപ്പോൾ നമ്മളിതിൻ്റെ ആൻസർ എന്ത് ചെയ്യും? 1/ ഇവിടെ എക്സിന് വരെ വന്നിട്ടുള്ള s³ അല്ലേ? അപ്പോൾ s³ × എക്സിന് വരെ s³ ആണ്. അപ്പോൾ s³ ഹോൾ സ്ക്വയർ -1. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 1/s³ × s³ ഹോൾ സ്ക്വയർ. 3 × 2 3 × 6 അല്ലേ? അപ്പോൾ x⁻6 - 1. എന്താണ് ആൻസർ? x⁻6 - 1. ഇത്രയേ ഉള്ളൂ ആൻസർ. അവിടെ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ എന്താണ് ഈ s³ ഡെറിവേറ്റീവ് എടുക്കണം കേട്ടോ. അവിടെ തെറ്റിപ്പോയി. s³ ഡെറിവേറ്റീവ് എന്താണ്? 3x² ആണ്. അതും കൂടെ ചെയ്തോണേ, മറന്നു പോകല്ലേ. ഇപ്പോൾ ഇൻറ്റു 3x² ആകുമ്പോൾ എന്താണ്? ഇവിടുത്തെ ഒരു s² ഇവിടെ 3x ഉണ്ട് അല്ലേ? അതിന് 2x കൊണ്ട് ക്യാൻസലായി പോവും. സോ നമ്മളെ ഫൈനൽ ആൻസർ 3/x × x⁻6 - 1 എന്നാവും. ഇതാണ് ഫൈനൽ ആൻസർ കേട്ടോ. അടുത്ത വീണ്ടും നമുക്ക് വേറെ റൂൾസ് ചെയ്ത് നോക്കാം. എന്താണ്? കോസ് ഇൻവേഴ്സ് 1/x. നമുക്ക് ആദ്യം കോസ് ഇൻവേഴ്സ് ഉണ്ട്. കോസ് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ഇൻവേഴ്സ്
-1 അല്ലേ, -1 √1 മൈനസ് എസ് സ്ക്വയർ ആണ്. അപ്പോൾ അതനുസരിച്ച് -1 മൈനസ് എക്സിന് പകരം എക്സിന് പകരം 1/x ഹോൾ സ്ക്വയർ ഇൻറ്റു ഇനി 1/xൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും പഠിച്ചു വെക്കണം. d/dx ഓഫ് 1/x നിങ്ങൾ എപ്പോഴും അത് പഠിച്ചങ്ങ് വയ്ക്കുക. ആൻസർ -1/s². കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റു അപ്പോൾ എന്താണ് 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താണ് ആൻസർ -1/s². സോ ആൻസർ എങ്ങനെ വരും? -1 ഇൻറ്റു -1 അവിടെ എന്താവും? +1 ആവും അല്ലേ. അപ്പോൾ 1/1 മൈനസ് ആ സ്ക്വയർ അത് പോകുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1/s² എന്ന് എഴുതി വെച്ചാൽ മതി. ഇൻറ്റു എന്താണ് 1/s² അല്ലേ, ഇൻറ്റു 1/s². അത് ഫൈനൽ ആൻസർ ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. 1/s² ഇൻറ്റു √1 മൈനസ് 1/s² എന്ന് എഴുതി ക്യാൻസൽ നിങ്ങൾ എന്താണ് സോൾവ് ചെയ്ത് വെച്ചാൽ മതി.